പണ്ട് സൈക്കോളജി പഠിക്കുമ്പോൾ റിയൽ സെൽഫ് ആൻഡ് പ്രൊഫഷണൽ സെൽഫ് എന്ന് പറഞ്ഞ് രണ്ട് തരം സെൽഫ് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യൻ്റെ ഒരു റിയലായിട്ടുള്ള ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സെൽഫ്, നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങളിലും സന്തോഷങ്ങളിലും സുഖങ്ങളിലും ഒക്കെ അഭിരമിക്കുന്ന ഒരു സംഗതി. മറ്റൊരു സെൽഫ് പ്രൊഫഷണൽ സെൽഫ് എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ച അറിവ്, എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു മനുഷ്യരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഏജൻ്റായി, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററായി, ഒരു ലീഡറായി ഒക്കെ വരുമ്പോഴേക്ക് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു സെൽഫാണ് പ്രൊഫഷണൽ സെൽഫ് എന്ന് പറയുന്നത്. ഇതിനെ കുറച്ചുകൂടി ഒരു ഒളിഞ്ഞ ഭാഷയിൽ നമ്മൾ കാണുന്ന മനുഷ്യനും കാണാത്തൊരു മറഞ്ഞ മനുഷ്യനും എന്ന ആശയത്തിൽ പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാൾ, എന്നാൽ അയാൾക്ക് മാത്രം അറിയാവുന്ന മറഞ്ഞിരിക്കുന്ന ഒരാൾ എന്നർത്ഥത്തിൽ. ഇപ്പോൾ കുറച്ചുകൂടി സാമൂഹ്യ മാധ്യമ കാലം വന്നപ്പോൾ ഈ റിയൽ സെൽഫും റീൽ സെൽഫും രണ്ടും രണ്ടാണ് എന്നത് കൃത്യമായി ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ അഭിരമിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കണ്ണീർ ചമയ്ക്കുന്ന വാർത്തകളുമായി, കണ്ണീരൊപ്പുന്ന വാചകങ്ങളുമായി, കണ്ണീർ നിറയ്ക്കുന്ന ഭാഷ്യങ്ങളുമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ കടന്നു പോകുന്ന വാർത്തകളിലൊന്നാണ് ജബൽപൂർ ബോട്ട് ദുരന്തത്തിൽ ഇങ്ങനെ ഒരു മകനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അമ്മ. എന്നിട്ട് ആ കുറിപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എന്നിട്ടും തൻ്റെ കുഞ്ഞിനെ കൈവിടാൻ തയ്യാറാകാത്ത അമ്മ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയും കൈവച്ചുകൊണ്ട് എന്നേക്കുമായി യാത്രയാകുന്നു. അതോടൊപ്പം കരയുന്ന ഒരു അച്ഛനുണ്ട്, നോക്കി നിന്ന് കരയുന്ന ഒരു അനുജത്തിയുണ്ട്. ഏതാനും സമയങ്ങൾക്ക് മുമ്പെടുത്ത മറ്റൊരു ചിത്രമുണ്ട്, ആ അമ്മ ഈ മരിച്ച കുഞ്ഞിനോടൊപ്പം ജീവനോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിനെ കാവ്യഭാഷണത്തിൽ, ആത്മീയ ഭാഷണത്തിൽ, കണ്ണീർ തുള്ളിയിൽ ഒക്കെ ഉപമിച്ചും ചാലിച്ചും ഒക്കെ എഴുതി പിടിപ്പിച്ച ആളുകളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അസ്ത്രപ്രജ്ഞരാക്കിക്കൊണ്ട് അടുത്ത വാർത്ത വളരെ പെട്ടെന്ന് പുറത്തു വന്നു. അത് ഫേക്കായിരുന്നു. ഡീപ്പ് ഫേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കൃത്രിമമായി നിർമ്മിച്ച ചിത്രം. ആ ചിത്രം കണ്ടാണ് നമ്മൾ ആലോലമാടിയത്, ഊഞ്ഞാലാടിയത്, സങ്കടപ്പെട്ടത്. ഇതിനിടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പ്രയാസങ്ങളെ, ചുറ്റുപാടുകളിലുള്ള മനുഷ്യരുടെ പ്രയാസങ്ങളെ, അയൽപക്കത്തുള്ളവരുടെ പ്രയാസങ്ങളെ എല്ലാം മറന്നുപോയി. ഈ ചിത്രം കണ്ടങ്ങിരുന്നു. അത് കൃത്രിമമായിരുന്നു, പച്ചയായ കൃത്രിമം. അങ്ങനെ ഒരു സീനോ, അങ്ങനെ ഒരു മരണമോ, അങ്ങനെ ഒരു കുഞ്ഞോ, ആ ഒരു സംഭവമോ അവിടെ ഉണ്ടായിട്ടേയില്ല. ഇത് ഈ പറയുന്ന ദുരന്തത്തിലുള്ള ഇങ്ങനെ മാത്രമല്ല, ഇതുപോലെയാണ് ഈ പലരെയും പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, പലരെയും അവതരിപ്പിക്കുന്നത്. ഇത്ര കൃത്രിമത്വം തന്നെയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിക്കുന്ന നെറേറ്റീവുകൾക്ക്, അതിലൂടെ പുറത്തു വരുന്ന വാർത്തകൾക്ക്. അത് രാഷ്ട്രീയത്തിൻ്റേതാകട്ടെ, ജാതിമതത്തിൻ്റേതാകട്ടെ, മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളുടേതാകട്ടെ, ഇതിലെല്ലാം നേർക്ക് നേരെയുള്ള അനുഭവങ്ങൾ പറയുന്ന പച്ചയായ മനുഷ്യരെ, നേർക്ക് നേരെ കാണുന്നവരെ, അവർ വിലക്കെടുക്കാത്തവരാണെന്ന ബോധ്യപ്പെടലിലൂടെ നമുക്കറിയാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് പല മാർഗങ്ങളിലൂടെ സ്ഥിരീകരിക്കാവുന്നതോ ആയ ഒരു വാർത്തയ്ക്കപ്പുറം ഈ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തകളൊന്നും വികാരാവേശം കൊണ്ട് തള്ളിമറിക്കേണ്ടതല്ലെന്നൊരു മിനിമം തിരിച്ചറിവ് ഈ സംഭവത്തോടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വൃഥാ മോഹിച്ചു പോകുന്നു, വെറുതെ മോഹിച്ചു പോകുന്നു. ഉണ്ടാവില്ല. ഇനിയും അഭിരമിക്കും, ഇനിയും ചിത്രങ്ങൾ കാണിച്ച് പലരെയും നമ്മൾ ആക്ഷേപിക്കും. ചില കള്ളനാണയങ്ങളെ ആരാധന വസ്തുക്കളാക്കി, ആരാധ്യ വസ്തുക്കളാക്കി ഫാൻ ബേസിസിൽ അലറി വിളിക്കും. പക്ഷേ അത് റിയലല്ല, അത് വെറും നറേറ്റീവായ റീലാണ്, അത് പെയ്ഡ് റീലാണ്, അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് ഒരിക്കലും അനുഭവിക്കുന്നതുവരെ നമ്മൾ അറിയുകയില്ല. പക്ഷേ ചിലപ്പോൾ അനുഭവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയെന്നും ഇരിക്കും.